ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സംഖ്യയോഗം. ശ്ലോകം 3. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വയ്യുപപദ്ധ്യതേ ശുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്ധ്യതേ ശുദ്രം ഹൃദയ ദൗർബല്യം തെക്തോ ഉത്തിഷ്ഠ പരന്തപ. പാർത്ഥ, ഹേ അർജുന, ക്ലൈബ്യം ക്ലീബ സ്വഭാവത്തെ, അതായത് നപുംസക സ്വഭാവത്തെ, മാ സ്മ ഗമഃ പ്രാപിക്കരുത്, ഏതത് ഇത്, ത്വയി നിന്നിൽ, ന ഉപപദ്ധ്യതേ യുക്തമാവുന്നില്ല, പരന്തപക ശത്രുക്കളെ പീഡിപ്പിക്കുന്നവനെ, ശുദ്രം നിസാരമായ, ഹൃദയ ദൗർബല്യത്തെ ത്വക്ത ത്യജിച്ചിട്ട്, ഉത്തിഷ്ഠ എഴുന്നേൽക്കുക. ഭഗവാൻ പറയുകയാണ്, അല്ലയോ അർജുന, നീ ആണും പെണ്ണും കെട്ട അവസ്ഥയെ പ്രാപിക്കരുത്. ഇത് നിനക്ക് യോഗ്യമല്ല. ശത്രുക്കളെ തപിപ്പിക്കുവാൻ കഴിയുന്ന നീ മനസ്സിന്റെ തുച്ഛമായ ഈ ഹൃദയ ദൗർബല്യത്തെ വെടിഞ്ഞ് എഴുന്നേൽക്കൂ. പോർക്കളത്തിൽ വന്ന് നിന്നിട്ട് എതിരാളികൾ ബന്ധുക്കളാണെന്ന് കണ്ട് യുദ്ധം ചെയ്യാൻ വൈമുഖ്യം കാട്ടുന്നത് ആണത്തമില്ലായ്മയാണ് അർജുന. ഒരു വീരന് ചേരുന്ന മനോഭാവമല്ലിത്. എല്ലാ ശത്രുക്കളെയും ജയിക്കുന്നവനെ, താൽക്കാലികമായ ഈ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ചിട്ട് പൊരുതാനായി നീ എഴുന്നേൽക്കുക എന്ന് ഭഗവാൻ അർജുനനോട് പറയുകയാണ്. ശ്രീകൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയാണ് കുന്തിദേവി. ആ വഴിക്ക് ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ രക്തബന്ധമുണ്ട്. തന്റെ ബന്ധുവായ അർജുനന്റെ ക്ഷത്രിയ സ്വഭാവം നഷ്ടപ്പെട്ടു കാണുന്നത് ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർ തമ്മിലുള്ള സൗഹൃദത്തെ കൂടി മാനിച്ചാണ് ഭഗവാൻ പാർത്ഥന്റെ സാരഥ്യം തന്നെ ഏറ്റെടുത്തത്. എന്നിട്ടും അർജുനൻ പോരിൽ നിന്ന് പിന്മാറുന്നത് ദുഷ്പേരുണ്ടാക്കാനേ ഉതകൂ. ഈ മനോഭാവം അർജുനന്റെ വ്യക്തിത്വത്തിന് ചേരുന്നതുമല്ല. ഭീഷ്മാദികളോടുള്ള സ്നേഹാദരങ്ങളാണ് അർജുനനെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് അറിയാം. എങ്കിലും അതെല്ലാം ക്ഷണികമായ ഒരു മനോദൗർബല്യമായേ ഭഗവാൻ കാണുന്നുള്ളൂ. ശ്രേഷ്ഠ ജനങ്ങൾ ആരും ഈ ദൗർബല്യത്തെ ഉദാത്തമെന്ന് വിശേഷിപ്പിക്കുന്നില്ല. ബന്ധുജനങ്ങളോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് നീ നേരത്തെ അറിഞ്ഞിരുന്നില്ലേ? ഗുരുജനങ്ങളും ബന്ധുജനങ്ങളുമാണ് ശത്രുപക്ഷത്ത് എന്ന് നീ ഇവിടെ എത്തിയ ശേഷമല്ലല്ലോ അറിയുന്നത്. അപ്പോൾ അർജുന, പെട്ടെന്നുണ്ടായ ഒരു വ്യാമോഹമാണ് നിന്റെ മനസ്സിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ആ മനോഭാവത്തെ അകറ്റിക്കളയൂ. ഉത്സാഹത്തോടുകൂടി പോരാടാൻ നീ എഴുന്നേൽക്കൂ എന്ന് വീണ്ടും പറയുകയാണ്. അർജുനന്റെ യുദ്ധ